ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ നവ്യടുത്ത് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ആകെ പേടിയാവുന്നു, അനിയുടെയും അവന്തികയുടെയും കല്യാണം നടക്കുമെന്നൊന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നവ്യ പറയണ്ട, അതെന്താ നടക്കാത്തത്? ഈ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇപ്പം അനിക്കും നന്ദുവിനും എതിരാണല്ലോ. എന്തിനു പറയുന്ന, അനിയുടെ അമ്മ പോലും നന്ദുവിനെ ഈ വീട്ടിൽ കയറ്റത്തില്ലെന്നല്ലേ പറയുന്നത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട്. നമ്മൾ അനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നന്ദുവിൻ്റെ അടുത്ത്, നീ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ, എങ്ങനെയെങ്കിലും ഈ വിവാഹം നിശ്ചയം മുടക്കണമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാടാ, എനിക്കാണെങ്കിൽ ഒരു ഐഡിയ എനിക്ക് തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നന്ദു പറയുമ്പോഴത്തേക്ക് അനി പറയുന്നു, അയ്യോ നീ അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിനാണെങ്കിൽ ഒരു ഐഡിയയും തോന്നാതെ നന്ദു ആണെങ്കിൽ ഫോൺ കട്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ നവ്യ ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും അവന്തികയ്ക്ക് ഇട്ടൊരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ, അവൾ എന്തായാലും അനിയെ നല്ലതുപോലെ സ്നേഹിക്കുന്നതൊന്നും ഇല്ലല്ലോ, അപ്പം അവൻ്റെ ജീവിതം എന്തിനാ ഇല്ലാതാക്കുന്നത്, ഒന്നാമത് അവനൊരു പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ നേരെ അനാമികയ്ക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അനാമികയാണെങ്കിൽ വേണുവിൻ്റെ അടുത്ത് ഈ മെസ്സേജും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ എങ്ങനെയെങ്കിലും ഈ വിവാഹം നിശ്ചയം നമുക്ക് മുടക്കിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് നമ്മൾ അനിക്കായിരിക്കും, അതെന്തായാലും അത് നടക്കാൻ പാടില്ല, അവന് സ്വസ്ഥതയായിട്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനാമികയാണെങ്കിലും വേണുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നതും കാണിച്ചിട്ടാണ് പ്രൊമോ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.